സ്വാഗതം വിഷ്ണുതരിസിലേക്ക്. നമ്മളൊരു സ്വപ്നം കണ്ടാൽ അത് സത്യവും തീവ്രവുമാണെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ കാലവും പ്രകൃതിയും നമുക്ക് കൂട്ടുനിൽക്കുമെന്ന പൗലോ കൊയ്ലോയുടെ ആശയം സത്യമായ ഒരു അനുഭവകഥ പറയട്ടെ. കഥ എൻ്റെ അമ്മയെ കുറിച്ചാണ്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച അമ്മയ്ക്ക് കുഞ്ഞുനാൾ മുതൽ തന്നെ ഡാൻസ് ഒരു സ്വപ്നമായിരുന്നു, പാഷനായിരുന്നു. പക്ഷെ എൻ്റെ അപ്പൂപ്പന് അമ്മയെ ഡാൻസ് പഠിപ്പിക്കാനുള്ള സാമ്പത്തികമോ താല്പര്യമോ ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള എല്ലാ യുവജനോത്സവത്തിനും അധ്യാപകരുടെ സഹായത്തോടെ സംഘനൃത്തത്തിനും തിരുവാതിര കളിക്കും മറ്റും പങ്കെടുത്ത് തൃപ്തിപ്പെട്ടു പോന്നു. നൃത്തം ശാസ്ത്രീയമായി അഭ്യസിക്കാനുള്ള തന്റെ മോഹം എന്നും ഒരു സുന്ദര സ്വപ്നമായി അമ്മ മനസ്സിൽ സൂക്ഷിച്ചു. താൻ വലിയ വേദികളിൽ നൃത്തം ചെയ്തത് എന്നും പകൽക്കിനാവ് കണ്ടു. വിവാഹാനന്തരം പോലും കുളിമുറിയിൽ 2 ചുവട് നൃത്തം വെച്ചതിന് ശേഷമേ അമ്മ പുറത്തിറങ്ങാറുള്ളൂ. നൃത്തത്തോടുള്ള ഈ ശക്തമായ അഭിവാഞ്ച ഇപ്പോൾ കലാമണ്ഡലം ജാൻസി സരു എന്ന ഗുരുവിലൂടെ സഫലമായി. 4 വർഷത്തെ പഠനശേഷം തന്റെ 36-ാം വയസ്സിൽ അമ്മ ഭരതനാട്യം അരങ്ങേറ്റം കുറിച്ചു. കൊറോണ കാലത്താണ് അധ്യാപികയായ അമ്മ നൃത്ത പഠനം ആരംഭിച്ചത്. ഗുരുവായൂർ, ആറ്റുകാൽ, മൂകാംബിക പോലുള്ള പുണ്യപവിത്രമായ ക്ഷേത്രവേദികളിൽ നൃത്തം ചെയ്തു പോരുന്ന അമ്മ ഇപ്പോൾ തീവ്രമായ കുച്ചിപ്പുടി പരിശീലനത്തിലാണ്. ഒപ്പം ഭരതനാട്യവും തുടരുന്നുണ്ട്. അമ്മയ്ക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന അച്ഛനും ചെറിയമ്മയും മറ്റു കുടുംബാംഗങ്ങളും ഞങ്ങൾ കുട്ടികൾക്ക് നല്ല വ്യക്തിത്വങ്ങളുടെ മാതൃകയായി ജീവിക്കുന്നു. ഫ്രണ്ട്സ്, നമുക്കും കാണാം സുന്ദര സ്വപ്നങ്ങൾ. അവയെ മനസ്സിലിട്ട് താലോലിക്കാം. ഒരു ദിവസം അവ തീർച്ചയായും സഫലമാവുമെന്നേ. നല്ലത് കേൾക്കാം, നല്ലത് പറയാം.